outnumbered, mate. It's not the first time, Kenway. And it won't be the last. Take no quarter, lads, and give none neither! The Assassin's Creed for Black Flag 2013 യൂബിസോഫ്റ്റ് പുറത്തിറക്കിയ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഏകദേശം 11 മില്യൺ കോപ്പീസ് വിറ്റഴിച്ച് 2013 വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് വീഡിയോ ഗെയിം എന്ന പേര് ദി അസാസിൻസ് ക്രീഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് കരസ്ഥമാക്കിയിരുന്നു. ഇത് അസാസിൻസ് ക്രീഡ് ഫ്രാഞ്ചൈസിലെ 6th ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആൻഡ് ഇതിലെ ഗെയിം പ്ലേയും ഗ്രാഫിക്സും പിന്നെ നേവൽ കോമ്പാക്റ്റും മറ്റു അസാസിൻസ് ക്രീഡ് ഗെയിംസിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സോ ഹലോ ഗൈസ്, ദിസ് ഇസ് സ്വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രെൻസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ദി അസാസിൻസ് ക്രീഡ് 4ന്റെ കംപ്ലീറ്റ് സ്റ്റോറി എക്സ്പ്ലനേഷൻ ആണ്. സോ കൂടുതലൊന്നും പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലെ അസാസിൻ ഒരു പൈരറ്റായ ക്യാപ്റ്റൻ എഡ്വാർഡ് കാനോയാണ്. ഡെസ്മണ്ട് മൈൽസ് മരിച്ചതിന് ശേഷം ഡെസ്മണ്ടിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത സാമ്പിൾസിന്റെ സഹായത്തോടെ അബ്സ്റ്റർഗോ ഇപ്പോഴും അസാസിൻസിന്റെ മെമ്മറി ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്സ്റ്റർഗോ ഇപ്പം ഒരു സബ്ജക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഏത്തൻ കാൻവന്റെ അച്ഛനും കോണർ കാൻവന്റെ അച്ഛനുമായ എഡ്വാർഡ് കാൻവന്റെ മെമ്മറിയാണ് ആക്സസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി അബ്സ്റ്റർഗോ ഇത് ഒരു ആനിമസ് ഫീച്ചേർഡ് ഫിലിം എടുക്കാൻ വേണ്ടിയാണെന്നാണ് പുറം ലോകത്തിനെ വിശ്വസിപ്പിച്ചത്. ബട്ട് അബ്സ്റ്റർഗോന്റെ ഉദ്ദേശം എഡ്വാർഡ് കാൻവന്റെ മെമ്മറിയിലൂടെ ഫസ്റ്റ് സിവിലൈസേഷനിലെ ആർട്ടിഫാക്റ്റ് ആയ അബ്സോർവേറ്ററി കണ്ടുപിടിക്കണം എന്നതാണ്. സോ കഥ ആരംഭിക്കുന്നത് എഡ്വാർഡ് കാൻവന്റെ ഷിപ്പിനെ ഡൺകൺ വാൽപോൾ എന്ന അസാസിന്റെ ഷിപ്പ് അറ്റാക്ക് ചെയ്യുന്നു. അവസാനം ഡൺകൺ വാൽപോൾ എഡ്വാർഡ് കാൻവന്റെ ഷിപ്പിലെത്തുന്നു. അപ്പം എഡ്വാർഡിന്റെ ഷിപ്പ് ബ്ലാസ്റ്റ് ആകുന്നത് കൊണ്ട് എല്ലാവരും കടലിൽ വീഴുന്നു. Was it good for you as well? Havana. I must get to Havana. Well, I'll just build us another ship, will I? I can pay you. Isn't that the sound you pirates like best? 100 escudos. ഇത് കാരണം 2 ഷിപ്പും നശിക്കുന്നു. എഡ്വാർഡും ഡൺകണും കരയിലെത്തിയതിനു ശേഷം ഡൺകൺ ഹവാനോ എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എഡ്വാർഡിനോട് സഹായം ചോദിക്കുന്നു. ബട്ട് എഡ്വാർഡ് ഡൺകണിനെ കൊന്ന് അസാസിൻ ഡ്രസ്സും ഡൺകണിന്റെ മറ്റു പല സാധനങ്ങളും എടുക്കുന്നു. Su más humilde servidor, el gobernador Laureano Torres y Ayala. Mr. Walpole, let's collect your reward. എന്നിട്ട് എഡ്വാർഡ് ഹവാനയിലേക്ക് ഡൺകൺ വാൽപോൾ എന്ന പേരിൽ പോകുന്നു. ഹവാനയിൽ എത്തിയ എഡ്വാർഡ് ക്യൂബൻ ഗവർണറും ടെംപ്ലർ ഗ്രാൻഡ് മാസ്റ്ററുമായ ലൗരിയാനോ ടോറസിനെ പരിചയപ്പെടുന്നു. എന്നിട്ട് ഡൺകൺ വാൽപോളിന്റെ അടുത്ത് നിന്ന് എടുത്ത ഗ്ലാസ് ബോക്സും ഒരു മാപ്പും എഡ്വാർഡ് ടോറസിന് നൽകുന്നു. ഇത് കണ്ട ടെംപ്ലർ ഗ്രാൻഡ് മാസ്റ്റർ മാപ്പ് ഉപയോഗിച്ച് അബ്സോർവേറ്ററി കണ്ടുപിടിച്ചാൽ കുറെ പവർ കൈക്കലാക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ടെംപ്ലർ ഗ്രാൻഡ് മാസ്റ്റർ എഡ്വാർഡിനും ബാക്കി ടെംപ്ലേഴ്സിനും ടെംപ്ലേഴ്സിന്റെ റിംഗ് നൽകുന്നു. ഇതിനുശേഷം എഡ്വാർഡും ബാക്കി ടെംപ്ലേഴ്സും അബ്സോർവേറ്ററി കണ്ടുപിടിക്കാൻ സേജിനെ തേടി പോകുന്നു. അപ്പം രക്ഷിക്കാൻ ബാക്കി അസാസിൻസ് വരുന്നത് കൊണ്ട് എഡ്വാർഡ് കാൻവയെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് ഗ്രാൻഡ് മാസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. ഇതിന് പകരമായി ഗ്രാൻഡ് മാസ്റ്റർ എഡ്വാർഡിന് കുറച്ച് പണം നൽകി അയക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിടിച്ചു കൊടുത്തിട്ട് എഡ്വാർഡിന് അതിൻ്റെതായ കൂലി ലഭിക്കാത്തത് കൊണ്ട് എഡ്വാർഡ് ആ ഒബ്സർവേറ്ററി ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതിനു വേണ്ടി എഡ്വാർഡ് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ടോറസിന്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുന്നു. അപ്പം ഗാർഡ്സ് എഡ്വാർഡിനെ പിടികൂടി ടോറസിനെ ഏൽപ്പിക്കുന്നു. ടോറസ് എഡ്വാർഡിനെ ഒരു ഷിപ്പിൽ ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. എഡ്വാർഡ് ഷിപ്പിൽ തന്റെ കൂടെ ഉണ്ടായ ഒരാളുടെ സഹായത്തോടെ ഷിപ്പ് മുഴുവനും എഡ്വാർഡിന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഷിപ്പിലെ പ്രിസണേഴ്സിനെയും എഡ്വാർഡ് റിക്രൂട്ട് ചെയ്ത് ഷിപ്പിന് ജാക്ഡോ എന്ന പേരും നൽകുന്നു. ഇതിനുശേഷം എഡ്വാർഡും ക്രൂ മെമ്പേഴ്സും ഷിപ്പുമായി നസാവു എന്ന സ്ഥലത്തേക്ക് പോകുന്നു. നസാവിലേക്ക് പോയതിനു ശേഷം അവിടെ വെച്ച് എഡ്വാർഡ് താച്ച്, ഹോറിംഗ്വോൾഡ്, ജെയിംസ് കിഡ് എന്നിവരെ എഡ്വാർഡ് കണ്ടുമുട്ടുന്നു. എഡ്വാർഡ് അവരുടെ കൂടെ ഡൺകൺ വാൽപോളിനെ കുറിച്ചും അബ്സോർവേറ്ററിയെ കുറിച്ചും സംസാരിക്കുന്നു.
അപ്പം ജെയിംസ് കിഡ് ഒബ്സർവേറ്ററി ഒരു ലെജൻഡാണെന്നും ഒബ്സർവേറ്ററിയെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നു. ഇതെല്ലാം കേട്ട എഡ്വാർഡ് കെൻവേ തന്റെ അടുത്തുള്ള ആ മാപ്പ് ജെയിംസ് കിഡിന് നൽകുന്നു. ജെയിംസ് കിഡ് അത് ഉപയോഗിച്ച് ഒബ്സർവേറ്ററിയെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം നസാവുയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഷിപ്പ് വരുന്നു. സോ എഡ്വാർഡും ക്രൂ മെമ്പേഴ്സും ചേർന്ന് ഷിപ്പിനെ കീഴ്പ്പെടുത്തി അതിലെ ക്യാപ്റ്റനെ കൊല്ലുന്നു. ഇതിനുശേഷം ജെയിംസ് കിഡും എഡ്വാർഡും ഒബ്സർവേറ്ററിയെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു കേവിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സെയ്ജിന്റെ മുഖത്തിന്റെ രൂപത്തിലുള്ള ഒരു വലിയ ശില്പം കാണുന്നു. ശില്പം കണ്ട എഡ്വാർഡ് ഇത് സെയ്ജ് എന്ന വ്യക്തിയുടെ ശില്പമാണ്, സെയ്ജിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട ജെയിംസ് കിഡ് സെയ്ജ് പ്രധാനപ്പെട്ട ആളാണ്, സെയ്ജ് ഇല്ലാതെ ഒബ്സർവേറ്ററി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം അസാസിൻസിന്റെ മെന്റർ ഡൺകൻ വാൽപോളിനെ എഡ്വാർഡ് കൊന്നതുകൊണ്ട് എഡ്വാർഡിനെ ഒരു അസാസിൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പക്ഷെ ഇത് എഡ്വാർഡിന് ഒരു പ്രശ്നമായിരുന്നില്ല, കാരണം എഡ്വാർഡിന്റെ ലക്ഷ്യം പണം മാത്രമാണ്. ഇതിനുശേഷം ഒബ്സർവേറ്ററി കണ്ടുപിടിക്കാനായി എഡ്വാർഡ് സെയ്ജിനെ തേടാൻ വേണ്ടി തുടങ്ങുന്നു. എഡ്വാർഡ് ക്രൂവിന്റെ സഹായത്തോടെ ടോറസിന്റെ ഫോർട്ടിനെ പിന്നെയും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ടോറസിലൂടെ സെയ്ജിനെ കുറിച്ച് അറിയുന്നു. സെയ്ജിനെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എഡ്വാർഡും ജെയിംസ് കിഡും സംസാരിക്കുമ്പോൾ ജെയിംസ് കിഡ് തന്റെ വേഷം മാറ്റുന്നു. എന്നിട്ട് ജെയിംസ് കിഡ് ആണല്ല, മേരി എന്ന സ്ത്രീയാണെന്ന് എഡ്വാർഡിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇതിനുശേഷം എഡ്വാർഡും മേരിയും ചേർന്ന് റോബർട്ടിനെ പിടികൂടാൻ ശ്രമിക്കുന്നു. ബട്ട് റോബർട്ട് എങ്ങനെയോ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുന്നു. ഇതിനുശേഷം എഡ്വാർഡ് നേരെ നസാവിലേക്ക് പോകുന്നു ആൻഡ് അവിടെയുള്ള പൈരറ്റ്സിനെയും സഹായിക്കുന്നു. അതിനിടെ തന്റെ വഴികാട്ടിയായ ബ്ലാക്ക് ബിയർഡിന് ആവശ്യമായ കാര്യങ്ങളും എഡ്വാർഡ് ചെയ്തു കൊടുക്കുന്നു. ഈ സമയം റോയൽ നേവി അവിടേക്ക് വരുന്നു. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പൈരറ്റ്സിന് ഫ്രീഡം നൽകാമെന്ന് പറയുന്നു. ഹോറിങ്ങാർഡ് ഒഴികെ വേറെ പൈരറ്റ്സ് ആരും ഇതിന് സമ്മതിക്കുന്നില്ല. ഇത് കാരണം അന്ന് രാത്രി തന്നെ റോയൽ നേവി നസാവിനെതിരെ ആക്രമിക്കുന്നു. ഹോറിങ്ങാർഡ് നസാവുയെ ചതിച്ചുകൊണ്ട് റോയൽ നേവിയുടെ ഭാഗത്തായിരുന്നു. റോയൽ നേവി മെമ്പേഴ്സ് നസാവുയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് ബിയർഡ് തന്റെ ഷിപ്പിൽ ഒറ്റയ്ക്കായിരുന്നു. എഡ്വാർഡ് വേഗം ബ്ലാക്ക് ബിയർഡിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. In a world without gold, we might have been heroes! പക്ഷെ റോയൽ നേവി എഡ്വാർഡിന്റെ മുന്നിൽ വെച്ച് തന്നെ ബ്ലാക്ക് ബിയർഡിനെ കൊല്ലുന്നു. ഷോക്കിലുണ്ടായ എഡ്വാർഡിനെ റോയൽ നേവി മെമ്പർ കടലിലേക്ക് തള്ളിയിടുന്നു. എഡ്വാർഡ് അടുത്തുണ്ടായ ഷിപ്പിന്റെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നെയും സെയ്ജിനെ തേടാൻ വേണ്ടി തുടങ്ങുന്നു. അവസാനം എഡ്വാർഡ് സെയ്ജിനെ കണ്ടുപിടിക്കുന്നു. പക്ഷെ സെയ്ജ് എഡ്വാർഡിനെ വിശ്വസിക്കാത്തത് കൊണ്ട് താനൊരു ടെംപ്ലർ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി എഡ്വാർഡ് അടുത്തുള്ള ഷിപ്പിലെ ടെംപ്ലേഴ്സിനെ കൊല്ലുന്നു. ഇത് കണ്ട സെയ്ജ് എഡ്വാർഡിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എഡ്വാർഡിനോട് സെയ്ജിന്റെ അടുത്തേക്ക് വരാൻ പറയുന്നു. എഡ്വാർഡ് സെയ്ജ് പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും സെയ്ജിനെ കാണാൻ വരുന്നു. അപ്പം ഹോറിങ്ങോഡ് അവരെ ഫോളോ ചെയ്തത് കൊണ്ട് എഡ്വാർഡ് ഹോറിങ്ങോഡിനെ കൊല്ലുന്നു. എന്നിട്ട് സെയ്ജും എഡ്വാർഡും ഒബ്സർവേറ്ററി ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എത്തിയതിനു ശേഷം സെയ്ജ് ആ ഒബ്സർവേറ്ററിയെ കുറിച്ച് എഡ്വാർഡിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഒബ്സർവേറ്ററി എന്നത് ഒരു ഹ്യൂമൻ സ്കള്ളിന്റെ രൂപത്തിലുള്ള ആർട്ടിഫാക്റ്റ് ആണ്. അതിൽ ഒരു വ്യക്തിയുടെ ബ്ലഡ് വെച്ചാൽ ബ്ലഡിന്റെ ഓണറുടെ ഡീറ്റെയിൽസും ആ വ്യക്തി കാണുന്ന കാര്യങ്ങളും ആ സ്കള്ള് കയ്യിലുള്ള ആൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം സെയ്ജ് എഡ്വാർഡിനെ താഴേക്ക് തള്ളിയിടുന്നു. താഴെ വെള്ളത്തിൽ വീണ എഡ്വാർഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ റോയൽ നേവി എഡ്വാർഡിനെ അറസ്റ്റ് ചെയ്ത് പ്രിസണിൽ അടയ്ക്കുന്നു. എഡ്വാർഡ് മാസങ്ങളോളം ആ പ്രിസണിൽ തന്നെ ചെലവഴിക്കുന്നു. അതേസമയം മേരിയും റോയൽ നേവിയുടെ പ്രിസണിലായിരുന്നു. ബട്ട് മേരി അപ്പം പ്രഗ്നന്റ് ആയിരുന്നതുകൊണ്ട് പ്രഗ്നൻസി പീരീഡ് തീർന്നതിന് ശേഷം മേരിയെ കൊല്ലാൻ റോയൽ നേവി തീരുമാനിച്ചിരുന്നു. എഡ്വാർഡ് കെന്നെ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മേരിയെയും അവിടെ നിന്ന് കൂട്ടിയിട്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ മേരിക്ക് കുട്ടി ജനിച്ചത് കൊണ്ട് മേരി ഭയങ്കര വീക്കായിരുന്നു. Don't die on my account. Go. This is such a pain in the ass. Damn it. You should have been the one to outlast me. I've done my part. Will you? If you came with me, I could. Mary. I'll be with you, can we? I will. വഴിയിൽ വെച്ച് മേരി മരിക്കുന്നു. താൻ കാരണമാണ് മേരിയും ബാക്കി പൈരറ്റ്സിനും ഈ അവസ്ഥ വന്നത് എന്ന കുറ്റബോധം എഡ്വാർഡിന് വരാൻ വേണ്ടി തുടങ്ങുന്നു.
ഇനി മുതൽ എഡ്വാർഡ് ഒരു നല്ല മനുഷ്യനായും ഒരു നല്ല അസാസിനായും ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതിനുശേഷം എഡ്വാർഡ് ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ ഓരോ ടെംപ്ലേഴ്സിനെയും കൊല്ലാൻ തുടങ്ങുന്നു. അവസാനം സെയ്ജിന്റെ അടുത്ത് എത്തുന്നു. സെയ്ജ് മരിക്കുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഡ്വാർഡിനോട് പറയുന്നു. സെയ്ജിന്റെ യഥാർത്ഥ പേര് ഐത്ത എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജൂണോയുടെ ഹസ്ബൻഡായിട്ടുണ്ടായത് ഐത്തയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജൂണോ തന്റെ ബ്ലഡ് ഹ്യൂമൻസിന് നൽകുന്നു. ഇത് കാരണം പല വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഐത്ത ജനിക്കുകയും ജൂണോനെ തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കും. ഇപ്പം സെയ്ജാണ് ഐത്തയായി ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റോബോട്ട് എന്ന ഈ സെയ്ജ് ജൂണോയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം റോബർട്ട് മരിക്കുന്നു. അടുത്തതായി എഡ്വാർഡ് ടോറസിനെയും കൊല്ലുന്നു. ഇതിനുശേഷം അസാസിൻ മെന്റർ ആനി എന്നിവർ ഒബ്സർവേറ്ററി ആർക്കും ലഭിക്കാതെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിനുശേഷം എഡ്വാർഡും ആനിയും അഗ്വാന എന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പം എഡ്വാർഡും ആനിയും മാത്രമേ ജീവനോടെയുള്ളൂ. ബാക്കി സുഹൃത്തുക്കൾ റോയൽ നാവി കാരണം മരിച്ചിരുന്നു. ആനി സങ്കടത്തോടെ ഒരു പാട്ട് പാടുന്നു. അപ്പം എഡ്വാർഡ് മരിച്ചുപോയ തന്റെ സുഹൃത്തുക്കളെ ഓർക്കുന്നു. Of all the money that I had, I spent it in good company, and all the harm that I've done, alas, it was to none but me. And all I've done for want of wit to men. ആൻഡ് എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും സങ്കടമായിട്ട് തോന്നിയത് ഈ മൊമെന്റ് ആണ്. സോ ഇതിനുശേഷം എഡ്വാർഡ് തന്റെ മകളായ ജെനിഫറിനെ വെൽക്കം ചെയ്യാൻ പോകുന്നു. കഥ നടക്കുന്നതിനിടെ എഡ്വാർഡിന്റെ വൈഫും മരിച്ചിരുന്നു. എഡ്വാർഡ് തന്റെ മകളെയും കൂട്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ആൻഡ് ഇംഗ്ലണ്ടിൽ വെച്ച് പിന്നെയും എഡ്വാർഡ് മാരേജ് ചെയ്യുന്നു. എഡ്വാർഡ് ഇനിയും അസാസിൻ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയിട്ടില്ല. അതുകൊണ്ട് എഡ്വാർഡ് ഇനിയും ടെംപ്ലേഴ്സിനെതിരെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Miss Jennifer Kenway, may I introduce myself? Jennifer Scott, if you please. I'm sorry, My daughter was raised by her mother, Caroline, until she passed away some years ago. Jenny prefers to use her surname to mine. Please forgive my ignorance. I will. She may not. Father, help me. This little rascal, however, is a Kenway. What's wrong, Hafen? I can't see the stage. Up we go. How's that? Fine. But won't your arms tire? Hey, I'm not so old as that. But if they do, then we shall quit this posh gig and go and meet your mother for some chocolate at White's. How's that sound? Yes, please. Okay, hush now. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എഡ്വാർഡിന് ജനിച്ച കൊച്ചുമകനായ ഹേത്തം ഒരു തിയേറ്ററിൽ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കാണിക്കുന്നു. അങ്ങനെ ഗെയിമും അവസാനിക്കുന്നു. സോ ഇതിലെ സബ്ജക്റ്റിന്റെ സ്റ്റോറി ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല ആൻഡ് ഇൻട്രസ്റ്റിംഗും അല്ല. പിന്നെ അതിനിടക്ക് പറഞ്ഞാൽ ആ സ്റ്റോറിൻ്റെ ഫ്ലോ പോവും. അഥവാ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടും അത്ര വ്യൂസൊന്നും കിട്ടുന്നില്ല. സോ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്താൽ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. വ്യൂസൊന്നും കിട്ടും. എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനും ഒന്ന് മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും. സോ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഔട്ട് വിത്ത് യു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രെൻസ്. പീസ് ഔട്ട്.